സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെന്നും ഒരു ക്ലാരിറ്റിയുണ്ട്, വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ വ്യക്തത, കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു എന്നുള്ള വ്യക്തത പ്രാർത്ഥിക്കുന്നവർക്കുണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് പട്ടിണിയും തകർച്ചയുമായി നടന്നെങ്കിൽ അത് കരുത്തുള്ള മനുഷ്യനാക്കി എന്നെ വളർത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ് ഈ ഉറപ്പ്. ഒരു കാലത്ത് ഒരുപാട് മാനസിക മുറിവുകൾ, നൊമ്പരങ്ങൾ അനുഭവിച്ചെങ്കിൽ ഇന്നത്തെ ബലത്തിനും നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതാണ് പ്രാർത്ഥന തരുന്ന വ്യക്തത എന്ന് പറയുക. ഒരു കാര്യം ഉറപ്പാണ്, നല്ല എല്ലും കെട്ടി തൊലിക്കെട്ടി മനക്കെട്ടി ആർക്കാണ്? പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്കാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനെടുത്ത് വലിയ തോളക്കാരൻ, ഞങ്ങളുടെയൊക്കെ ഹൈറേഞ്ചിലുള്ള പെൺപിള്ളേർക്കാണ് സാറ്റ് ഗെയിംസ്, ഏഷ്യാഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് കോമൺവെൽത്ത് സ്വർണ്ണ മെഡൽ കിട്ടുക. കാരണം അവർക്ക് പ്രകൃതിയിൽ നടന്നു, വിപരീത കാലാവസ്ഥ, അങ്ങനെ എല്ലും കെട്ടി തൊലിക്കെട്ടി മനക്കെട്ടി ഉണ്ടായി. അപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് മെഡൽ കിട്ടും. സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുങ്ങൾ കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുക, കുനിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവള മെഡൽ പോലും പറ്റാൻ പറ്റിയല്ല. കാരണം അവർക്ക് പ്രതിസന്ധികളെ അതിലൂടെ കടന്നു പോയിട്ടില്ല. ഇതാണ് വ്യക്തത. പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അതിൽ മറച്ചു വെച്ച ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന പദ്ധതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കും ഈ ഒരു പദ്ധതി. അത് കിട്ടണോ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നമുക്ക് ലഭിക്കും. ദൈവം കാണുന്ന പോലെ എല്ലാം കാണാം. ദൈവം കാണുന്നത് ഇന്നലകളെ അല്ല, ഇന്നലെ, ഇന്ന്, നാളെ, എൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഒരുമിച്ച് കാണുന്നവനാണ് ദൈവം. എൻ്റെ 3 തലങ്ങൾ, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ദൈവം ഒരുമിച്ച് കാണും. അപ്പം അങ്ങനെ കാണുന്ന ദൈവം വ്യക്തത തരും. ഇന്നലകളിൽ ദൈവം ഒരുക്കിയതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഒരു വ്യക്തത, ഈ ഉറപ്പ് നമുക്ക് വേണം. ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അല്പം അലക്ഷ്യമായി പെരുമാറുന്നെങ്കിൽ, ശ്രദ്ധയില്ലാതെ സ്നേഹമില്ലാതെ പെരുമാറുന്നെങ്കിൽ അമ്മയപ്പനൊന്നും വേദനിക്കരുത്. ആ മക്കൾ നാളെ നല്ലവരായിത്തീരും. ഈ വ്യക്തത അത് നശിച്ചുപോവുകയല്ല, തരും എന്നുള്ള ഒരു വ്യക്തത, ഈ വ്യക്തത വേണം. അതാണ് പഴയകാല അപ്പനമാർ പറയുന്നത്, തമ്പുരാൻ തുണയ്ക്കും, തമ്പുരാൻ തുണയ്ക്കും. ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ താൽക്കാലിക കാറ്റും കോളും മാത്രം. ലക്ഷ്യമുണ്ട്, ഒരു എത്തിച്ചേരേണ്ട ഒന്നുണ്ട്. ഈ ഒരു വ്യക്തതയാണ് പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വ്യക്തത വേണം. ചുമ്മാ ഇന്നലകളെ ഓർക്കണം. ഇന്നലകളെ ഓർത്ത്, ദൈവം ഇടപെട്ട വഴികളെ ഓർത്ത് ദൈവത്തിൽ ആശ്രയിക്കണം. അവിടെയാണ് ഈ വ്യക്തത. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ജീവിതം, ആ ജീവിതകാലത്ത് ദൈവം ഇടപെട്ട ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ ഓർക്കുക. അങ്ങനെ ഓർത്ത് തകർച്ചകളെയും നൊമ്പരങ്ങളെയും നമ്മൾ അതിജീവിക്കുക. ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സംഭവിച്ചൊന്നും വെറുതെ വന്നതല്ല, ആകസ്മികമല്ല. അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കരുതലും കാവലുമുണ്ട്. ഈ ഉറപ്പ് നമുക്ക് വിശ്വസിക്കാം. ഇതുവരെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് നീറിയവളാണെങ്കിൽ ഓർക്കുക, ദൈവം നന്മ വരുത്തും. വ്യക്തത. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി നീതികളുണ്ടെങ്കിൽ വിശ്വസിക്കുക, ആ മക്കളിലൂടെ ദൈവം നന്മ വരുത്തും. വ്യക്തത. ഭാര്യയിലൂടെ ഒരുപാട് സഹിക്കുന്ന ഭർത്താവാണോ? തളരരുത്. ഓർക്കുക, ഇവളിലൂടെ ദൈവം എന്നെ വീണ്ടെടുക്കുന്നു. ഈ ബോധ്യം കിട്ടും. ഇതാണ് ഈ വ്യക്തത. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലത്, സംഭവിക്കാനിരിക്കുന്നതും നല്ലത്. ആ ഒരു വ്യക്തതയിൽ ജീവിക്കാൻ കഴിയട്ടെ. അതിന് പ്രാർത്ഥന നിങ്ങളെയും എന്നെയും നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.